അത്ഭുതങ്ങൾ പിറവികൊള്ളുന്ന കാൽപന്താട്ടത്തിന്റെ ഭൂമിയിൽ ചില നിയോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ നിയോഗങ്ങൾ കാലാന്തരങ്ങൾക്കപ്പുറവും ഓർത്തുവെക്കാനുള്ള സുന്ദര സോക്കറിന്റെ വിരുന്നൊരുക്കും. മൈതാനത്തെ അനേകായിരം സ്വപ്നങ്ങൾക്ക് നിറം പകരും. വർഷം മുഴുവൻ കളിച്ചിട്ടും ഒറ്റ ജയത്തിൽ കൂടുതൽ നേടാനാകാതെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ലോക റാങ്കിങ്ങിൽ ഏറെ പിറകോട്ട് പോയൊരു കളിസംഘം. ആ സംഘത്തിന്റെ അമരത്തേക്കായിരുന്നു ഖാലിദ് ജമീൽ എന്ന നാട്ടുകാരൻ കോച്ചിന്റെ വരവ്. എന്നാൽ ഇന്നലെ കാഫ നാഷൻസ് കപ്പ് ഫുട്ബോളിൽ സ്വന്തം നാട്ടിൽ ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ പന്തു തട്ടിയ തജിക്കിസ്ഥാനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്ത ഇന്ത്യക്കും പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിനും ഇത് അഭിമാനകരമായ അരങ്ങേറ്റമായിരുന്നു. വിദേശി കോച്ചുമാരിലെ പരീക്ഷണം അവസാനിപ്പിച്ച് ഇന്ത്യക്കാരന് തന്നെ ടീമിനെ കൈമാറിയ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും രാജ്യത്തെ ഫുട്ബോൾ ആരാധകർക്കും അഭിമാനകരമായ മുഹൂർത്തം. ഇന്ത്യൻ ഫുട്ബോളിനെ അറിയുന്നവർക്ക് ഖാലിദ് ജമീൽ എന്ന പേര് പുതുമയുള്ളതല്ല. ആഭ്യന്തര ഫുട്ബോളിൽ ഒരു പതിറ്റാണ്ടിലേറെയായി ഖാലിദ് ജമീൽ ഉണ്ട്. താരമായും പരിശീലകനായും ലീഗ് കിരീടം നേടിയ അപൂർവം ചിലരിൽ ഒരാൾ. ഐസ്വാൾ എന്ന ഇത്തിരി കുഞ്ഞൻ ടീമിനൊപ്പം സ്വപ്നങ്ങളിൽ മാത്രം സാധ്യമായ അത്ഭുതങ്ങൾ കുറിച്ചവൻ. ഒടുവിൽ വടക്കുകിഴക്കിനെ ഇന്ത്യൻ സോക്കറിന്റെ വിലാസമാക്കി മാറ്റിയവൻ. യുവേഫ പ്രോ ലൈസൻസ് ഉള്ള ഖാലിദ് ജമീൽ കഴിഞ്ഞ 2 സീസണിലും മികച്ച കോച്ചിനുള്ള പുരസ്കാരം നേടിയിരുന്നു. നിരന്തരം പാഠങ്ങൾ ഓതിക്കൊടുത്ത് തളർത്തുന്ന ശൈലി ജമീലിനറിയില്ല. നാവെടുക്കൂ പണിയെടുക്കൂ എന്നതാണ് ജമീൽ സ്റ്റൈൽ. താരങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനൊപ്പം കളിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. അത്രമാത്രം. കോച്ചിന്റെ ലാളിത്യം താരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതാകും. മിഡ്ഫീൽഡും വിങ്ങും തമ്മിലെ രസതന്ത്രവും വേഗവും ഉറപ്പാക്കുന്നതാണ് എന്നും ജമീലിന്റെ കളിയെ വേറിട്ടതാക്കുന്നത്. 1998 മുതൽ മിഡ്ഫീൽഡറായി ദേശീയ ജേഴ്സിയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ 2008 പരിശീലകനായി ആദ്യ വിളിയെത്തുന്നത്. ഖാലിദ് ജമീൽ അങ്ങനെ പുതിയ നിയോഗം സ്വീകരിച്ചു. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. 2016-17 കാലത്ത് ഐസ്വാൾ എത്തിയതോടെയാണ് ഈ പരിശീലകനെ ഇന്ത്യ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഇത്തിരി കുഞ്ഞൻ ടീമായ ഐസ്വാൾ ഐ ലീഗ് ചാമ്പ്യന്മാരായി. വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് ഈ കിരീടം തൊടുന്ന ആദ്യ ടീം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഖാലിദ് ജമീലിനെ ആ വർഷം മികച്ച പരിശീലകനായി ആദരിച്ചു. പിന്നീട് 2017-18 സീസണിൽ റെക്കോർഡ് തുകക്ക് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായി. മോഹൻ ബഗാനിലെ ചെറിയ കാലയളവിന് ശേഷം നോർത്ത് ഈസ്റ്റിലും എത്തി. 2023-24 സീസൺ പകുതിയിലാണ് ജംഷഡ്പൂരിലെത്തുന്നത്. പ്ലേ ഓഫിലെത്തിയ ടീം സൂപ്പർ കപ്പിൽ റണ്ണേഴ്സുമായി. ആഭ്യന്തര ഫുട്ബോളിലെ ഈ നല്ല കാലത്താണ് കപ്പിത്താനില്ലാതെ ഉലയുന്ന ദേശീയ ടീമിന്റെ പരിശീലക കുപ്പായമണിയുന്നത്. ആരൊക്കെ വന്നാലും ഇന്ത്യൻ ഫുട്ബോളിനൊരു നല്ല കാലമില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചവർക്കിടയിൽ നിന്നാണ് അയാൾ ആ മുൾക്കിരീടം തലയിലേറ്റിയത്. ഈ ഒരൊറ്റ ജയത്തോടെ ഇന്ത്യൻ ഫുട്ബോളിലെ സകലമാന പ്രശ്നങ്ങളും അവസാനിച്ചു എന്നോ ഇന്ത്യ എല്ലാം തികഞ്ഞൊരു ടീമായി എന്നോ അല്ല. സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം പാടെ അറ്റുപോയൊരു ജനതയ്ക്ക് ഇതൊരു പ്രത്യാശയുടെ പൊൻകിരണം തന്നെയാണ്. ഖാലിദ് ജമീൽ അയാളൊരു സിഗ്നൽ തന്നിട്ടുണ്ട്.